welcome back to this new concept of Techflora. This is Bindu Joseph from Kozhikode. ജീവിതത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് അതിന്റെ വൈവിധ്യത്തിലാണ്. ഓരോ പുതിയ അനുഭവങ്ങളും ഓരോ പുതിയ പുഷ്പങ്ങളായി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ജീവിതം അതിമനോഹരമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് ഈ വർഷം നമ്മളുടെ അടുത്ത് പുഷ്പിച്ച ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പുഷ്പങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഈ വർഷത്തെ ആദ്യത്തെ അല്ലെങ്കിൽ ഈ ബേബി പ്ലാന്റിലെ ആദ്യത്തെ പൂവായതുകൊണ്ട് തന്നെ അതിന് ഇന്റൻസിറ്റി ഒരു അല്പം കുറവാണ്. എന്നാലും ഈ വെറൈറ്റീസിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുക. ഇതാണ് സക്കുറ ബലാക്കാൻ. 4.5 അടി ഹൈറ്റിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിമനോഹരമായ ചെടിയാണ് സക്കുറ ബലാക്കാൻ. നമുക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ പലപ്പോഴും പണത്തിൻ്റെ ആവശ്യമില്ല. ജീവിതം ആസ്വദിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് പലപ്പോഴും പണത്തിൻ്റെ ആവശ്യം വരാറ്. ഇതുപോലൊരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിച്ചുകൂടെ? ഏറ്റവും മനോഹരമായി പൂത്ത് നിൽക്കുന്നത് നമ്മുടെ ബട്ടർ കപ്പാണ്. ഇതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡിലൂടെ ഒരു ലൈനാണുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മാത്രമല്ല അതിൻ്റെ പെറ്റൽ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ബിഗ്ഗർ ഇൻ സൈസാണ്. നല്ല വലുപ്പത്തിൽ ഉള്ള പൂവാണ് ബട്ടർ കപ്പിൻ്റേത്. ഈ ഒരു ഓഫ് സീസണിൽ പോലും ഇത്രയും പൂക്കൾ ഇതിനകത്തുണ്ട്. ഇത് ചെറിയൊരു ബേബി പ്ലാന്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അധികം പ്രായമില്ലാത്ത ചെറിയ പ്ലാന്റാണ്. അതിൽ ഈ ഒരു സൈസ് പൂവുണ്ട്. ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ മദർ പ്ലാന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്. ഓരോ ബ്രാഞ്ചസിലും ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് പൂക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ബട്ടർ കപ്പ്. മറ്റൊരു സൂപ്പറായിട്ടുള്ള ഒരു ചെടിയാണ് റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത്. അതിമനോഹരമായി നിറഞ്ഞു പൂക്കുന്നതാണ്. ഇതുണ്ടോ, നമ്മുടെ യെല്ലോ ഫോക്സ് ടെയിലിൻ്റെ ഒക്കെ ഒരു മോഡലാണ്. അതിൻ്റെ ടിപ്പിൽ നിറയെ കൊലയായിട്ടാണ് അതിൻ്റെ പൂവുള്ളത്. ഇതും ഒരു തീരെ പ്രായം കുറഞ്ഞ ഒരു ചെടിയാണ്. ഇത്ര നിറഞ്ഞു പൂത്തിട്ടുണ്ട്. ഇതാണ് റെഡ് വെൽവെറ്റിൻ്റെ ഒരു മാസ്മരീകത എന്ന് പറയുന്നത്. ഇതാണ്. മറ്റൊന്നാണ് തായ്ലാൻഡ് പ്രിൻസസ്. ഇതും ഇച്ചിരി പഴകിയ പൂവാണ്. ഇത് നിറഞ്ഞു പൂക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ വെയിലുള്ളിടത്ത് ഇതിൻ്റെ കളറ് ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ളൊരു കളറും ഇതിനകത്ത് വരും. ഇതിപ്പോൾ ഒരു കൊലയിൽ മാത്രമേ ഇപ്പോൾ പോവുള്ളൂ. പക്ഷെ നിറഞ്ഞു പൂക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലേറ്റസ്റ്റ് വെറൈറ്റി തന്നെയാണ് തായ്ലാൻഡ് പ്രിൻസസ് എന്ന് പറയുന്ന ഈ വെറൈറ്റി. നമ്മുടെ സക്കുറ ബലാക്കാൻ്റെ തന്നെ ഏകദേശം ഒരു പതിപ്പ് തോന്നുന്ന പിങ്ക് പാച്ചാണിത്. ഇതിപ്പോൾ ഷെഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കളർ ഇത്രമാത്രം ഇല്ലാത്തത്. പക്ഷെ നിറയെ പൂക്കുന്ന വള്ളിയായിട്ട് ഹാങ്ങിങ് പ്ലാന്റിനൊക്കെ പറ്റുന്ന വെറൈറ്റിയാണ് പിങ്ക് പാച്ച്. സക്കുറ ബലാക്കാനെ പോലെ തന്നെ ഏകദേശം ആ ഒരു പൂവിൻ്റെ ഷേപ്പൊക്കെ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് ബാലിക എന്ന് പറയുന്ന ഈ ഫ്ലവർ. ഇത് നിറയെ പൂക്കും. ഓഫ് സീസണിൽ പോലും ഇതുപോലെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. അദർണയുടെ ഏറ്റവും നന്നായി പൂത്തൊരു ചെടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇതാണ് നമ്മുടെ അദർണ. അദർണ മിക്സഡായിട്ട് വരുമ്പോൾ ഈ ഒരു ഭംഗി ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ പഴകിയ പൂവാണ്. അത് ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ റാവു എന്ന് പറയുന്ന വെറൈറ്റി. ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാൻ കഴിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഗോൾഡൻ റാവു. ഇതാണ് ഹഗീവൻസ് എന്ന് പറയുന്ന വെറൈറ്റി. മോസ്റ്റ് ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ളത്. യെല്ലോ ഫോക്സ് സ്റ്റൈലാണിത്. ഇതിൻ്റെ പൂക്കൾ ഏകദേശം കഴിയാനായി. അതിൻ്റെ ആ ഒരു ഫ്രഷ് കളർ മാറിയിട്ടുണ്ട്. ഇതാ യെല്ലോ ഫോക്സ് സ്റ്റൈലാണിത്. നിറഞ്ഞ് പൂക്കുന്ന വെറൈറ്റിയാണ് യെല്ലോ ഫോക്സ് സ്റ്റൈലും നമ്മുടെ റെഡ് വെൽവെട്ടും ഏകദേശം ഒരുപോലെയാണ് പൂക്കുക. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് മൾട്ടി കളറിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഭംഗിയായിരിക്കും യെല്ലോ ഫോക്സ് സ്റ്റൈൽ. ഇതും അദർണ തന്നെയാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ച ചെടിയിൽ ഒരെണ്ണത്തിൽ മഞ്ഞ മാത്രമാണ് പൂക്കുന്നത്. പക്ഷെ മഞ്ഞ മാത്രമാണെങ്കിലും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്ന അസാധ്യ ഭംഗിയാണ്. നിറയെ കൊലയായിട്ട് എപ്പോഴും പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ അദർണ യെല്ലോ. പക്ഷേ ഒരെണ്ണം നമ്മൾ മേടിച്ചത് കറക്റ്റ് കളർ മിക്സിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ചെടിയിൽ പക്ഷേ യെല്ലോ മാത്രമാണ് വരുന്നത്. ഈവൻ ദൻ ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ.
മറ്റൊരു വെറൈറ്റിയാണ് അർജുന. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് കാണാൻ കഴിയുക. ഇത് നിറഞ്ഞ് പൂത്തിട്ടില്ല, ചെറിയ ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഭംഗി നമുക്ക് മറ്റതുപോലെ തിരിച്ചറിയാൻ കഴിയില്ല. അർജുന എന്ന് പറയുന്ന മോസ്റ്റ് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണത്. ഇതാണ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന വെറൈറ്റി. ഒരല്പം പഴയ പൂവാണ്, എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ. ഇതാണ് സുവർണ. ഇതിൻ്റെ പെറ്റൽസൊക്കെ നല്ല ഷേപ്പ്ഡാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് സുവർണ. അപ്പോൾ ഏകതയിലെ ഈ ഐക്യവും വൈവിധ്യത്തിലെ സൗന്ദര്യവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാമായി ഇത് ഷെയർ ചെയ്യുക. ആദ്യമായി ടെക് ഫോറോ ചാനൽ വീഡിയോ കാണുന്നവർ അതിലെ സബ്സ്ക്രൈബ് ബട്ടണും അതിലെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ വി വിൽ മീറ്റ് അഗൈൻ വിത്ത് എ ന്യൂ കോൺസെപ്റ്റ്. ടിൽ ദെൻ ബൈ.